നേരെ വിടാൻ പോണേട്ടാ. ഇന്ന് നമ്മൾ നമ്മുടെ ഈ കാറിൻ്റെ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോണേട്ടാ. വണ്ടി ഓൺ ആക്കിയിട്ടുണ്ട്. നേരെ വിടാൻ പോണേട്ടാ, അങ്ങോട്ട് വിടാൻ പോണേ. ഓ, കൺട്രോൾ ചെയ്യാൻ പറ്റുള്ള, നേരെ ഓടിക്കാൻ പറ്റുള്ളട്ടാ. പൊന്നെ, ഫുൾ സ്പീഡ് കയറ്റാൻ പറ്റാനുള്ള അതിനുള്ള സ്പേസ് കിട്ടല്ലട്ടാ. എൻ്റെ പൊന്നെ, ഇത് ശരിക്കും 30 കിലോമീറ്ററാണ് സ്പീഡ്. കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയാണ്. ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞേക്കണത് 45 കിലോമീറ്റർ സ്പീഡെന്നാണ്. പക്ഷേ ഇത് ശരിക്കും 30 കിലോമീറ്റർ കേട്ടോ. പിന്നെ കൂടുതൽ തപ്പിയപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഒരു സ്പീഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടിയത്. അതുപോലെ തന്നെ ബ്രഷ്ലെസ് മോട്ടറാണെന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞേക്കണത്. ബ്രഷ്ലെസ് അല്ല, ബ്രഷ്ഡ് മോട്ടറാണ് കേട്ടോ. അത് രണ്ടും എനിക്ക് മിസ്റ്റേക്ക് പറ്റിയായിരുന്നു. അപ്പോൾ അത് ഞാൻ വിട്ടുപോയതാട്ടാ. ഒരു ടോപ്പ് സ്പീഡ് എടുക്കാൻ പോണേട്ടാ. ഫുള്ള് എനിക്ക് ത്രോട്ട് കൊടുക്കാൻ പറ്റാനുള്ള, അപ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു സ്പേസ് എത്തും, അപ്പോഴത്തേക്കും നമുക്ക് ത്രോട്ട് വിടേണ്ടി വരും. അത് കാരണം അത്യാവശ്യം നല്ല സ്പീഡിൽ കയറുന്നുണ്ട്. എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് അടിക്കുക. ആ ഒരു അറ്റത്തുനിന്ന് ആ കാറ് കിടക്കണ അത്രയും സ്പോട്ട് വരെ ഒറ്റ ത്രോട്ടിൽ കൊടുക്കാൻ പറ്റുമോ നോക്കാം. പാളി പോയിക്കൊണ്ടിരിക്കണേടാ. കിട്ടി ഒന്നും പറ്റിയിട്ടില്ല കേട്ടാ. ഞാൻ വീഡിയോൻ്റെ നമ്മുടെ അൺബോക്സിങ് സമയത്ത് പറഞ്ഞായിരുന്നു ഫ്ലെക്സിബിളാണ് ബോഡി, അതുകൊണ്ട് തന്നെ വേറെ ഡാമേജും കാര്യമുള്ള നല്ലൊരു ഇഡ് അവിടെ അടിച്ച് ഒന്ന് കറങ്ങിയിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആ അറ്റം വരെ എത്താൻ പറ്റുമോ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ട. ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് പരുവം. ഇതിവിടെയൊക്കെ ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു ഏരിയയാണ് ആ ഭിത്തിക്കിട്ട് വീട് ഇടിച്ചത് അവിടെ. പക്ഷേ വലിയ ഡാമേജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഫ്രണ്ട് പോയിട്ട് ഇടിച്ചായിരുന്നു. ഫ്രണ്ട് 2-3 സ്ഥലത്ത് ഇടിച്ച് നല്ല ഇടിച്ചായിരുന്നു. പക്ഷെ അത് വലിയ സീനൊന്നും ഇല്ല കേട്ടോ. ഇത് തൂത്തുകളയാൻ പറ്റുന്ന രീതിക്കുള്ള ജസ്റ്റ് ഒരു ചെറിയൊരു സ്ക്രാച്ച് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. വേറെ ഡാമേജുകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എങ്ങനെയുണ്ട് ഐറ്റം ഒന്ന് കമൻറ്റ് അടിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് അടുത്ത് എന്ത് ചാലഞ്ചൊക്കെ ചെയ്യണമെന്ന് കമൻറ്റ് ഇട്ടോ. നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ സെറ്റ് ചെയ്യണേക്കും. കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ട് പറയാനുണ്ടായിരുന്നു സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം സ്പീഡ് ടെസ്റ്റ് ചെയ്തത്. അടുത്ത ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു ഐറ്റം നമ്മൾ ഇത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യണമായിരിക്കും. അപ്പോൾ എന്ത് ഐറ്റം ചെയ്യണമെന്ന് കമൻറ്റ് അടിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കട്ടോ.